പ്രണയമഴ ഭാഗം 5. അവൻ നേരെ ഭദ്രയുടെ അടുത്തേക്ക് നടന്നു. ഭദ്ര അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൾ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. അവൻ അവളുടെ മുന്നിൽ നിന്നു. പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ദേഷ്യത്തോടെ. നീ നീ ആരാ? അവന്റെ ചോദ്യം കേട്ടതും ഭദ്ര അമ്പരന്നു. സർ. ഒരു നിമിഷം അവളുടെ ശബ്ദം പോലും അവന് ദൂരെ നിന്ന് കേൾക്കുന്നത് പോലെ തോന്നി. എന്തിനാ എപ്പോഴും എന്റെ മുന്നിൽ വരുന്നത്? അവൻ പതുക്കെ ചോദിച്ചു. അവന്റെ അപ്പോഴത്തെ ആ മുഖഭാവം കണ്ട് ഭദ്രയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഞാൻ. അവൻ ഒരടി കൂടി അവൾക്കടുത്തേക്ക് വന്നു. പറയ്, നീ ആരാ? സർ, ഞാൻ. അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. അപ്പോഴേക്കും അവിടേക്ക് ഷാരോൺ ഓടി വന്നു. കാശി! അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. വാട്ട് ആർ യു ഡൂയിങ്? കാശി ഒരു നിമിഷം ഭദ്രയെ നോക്കി, പിന്നെ കണ്ണുകൾ അടച്ചു. മറുവശത്ത് സാവിത്രി. കണ്ണു തുറന്നപ്പോൾ വീണ്ടും ഭദ്ര. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ സോറി അത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. ഭദ്ര അവിടെ തന്നെ സ്തംഭിച്ച പോലെ നിന്നു. ക്യാൻറ്റീനിൽ നടന്ന സംഭവം കഴിഞ്ഞിട്ടും കാശിനാഥന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. അവൻ നേരെ തന്റെ ക്യാബിനിലേക്ക് വന്നു. കസേരയിൽ ഇരുന്നെങ്കിലും അവന്റെ കണ്ണുകൾ ഫയലുകളിലായിരുന്നില്ല. മനസ്സിൽ ആ മുഖം മാത്രം. ഭദ്ര. അവൻ കണ്ണുകൾ ശക്തമായി അടച്ചു. ഇല്ല, അവൻ സ്വയം പറഞ്ഞു. അവൾ അവൾ സാവിത്രിയല്ല. പക്ഷെ അടുത്ത നിമിഷം തന്നെ മഴയിൽ നനഞ്ഞു നിന്ന ആ രൂപം വീണ്ടും അവന്റെ മനസ്സിലേക്ക്. ഇപ്പോൾ ആ മുഖം പൂർണ്ണമായി ഭദ്രയുടേതായിരിക്കുന്നു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. ടേബിളിലിരുന്ന ഫയൽ നിലത്തേക്കെറിഞ്ഞു. ശ്വാസം വേഗമായി. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്നു. ഡാമിറ്റ്! അവൻ മുടിയിലൂടെ കൈ ഓടിച്ചു. വാതിക്കൽ ഒരു മുട്ട്. കാശിനാഥൻ അവിടെ നിന്ന് പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പോയതും ക്യാൻറ്റീനിൽ ഒരു നിശബ്ദത നിറഞ്ഞിരുന്നു. ഭദ്ര അപ്പോഴും അവിടെ തന്നെ നിൽക്കായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ലഞ്ച് ബോക്സ് ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ, ആ ശബ്ദം, ആ ചോദ്യം, എന്തിനാ എപ്പോഴും എന്റെ മുന്നിൽ വരുന്നത്, അതിപ്പോഴും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഷാരോൺ ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ആശങ്ക നിറഞ്ഞു. കാശിയെ അവൾക്ക് വർഷങ്ങളായി അറിയുന്നവളാണ്. എങ്ങനെയുള്ള ഒരാളാണെന്നും എത്രത്തോളം നിയന്ത്രണം കൈവിടാതെ ജീവിക്കുന്നവനാണെന്നും അവൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പോ എന്താ നടന്നത്? അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഷാരോൺ പതുക്കെ ഭദ്രയുടെ അടുത്തേക്ക് നടന്നു. ഭദ്ര ഇപ്പോഴും അമ്പരപ്പിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല. ഷാരോൺ അവളുടെ യൂണിഫോമിലെ നെയിമിലേക്ക് നോക്കി. ഭദ്ര. ഷാരോന്റെ മൃദുവായ ശബ്ദം. ഭദ്ര പതുക്കെ അവളെ നോക്കി. മാം. അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു വിറയൽ. ഷാരോൺ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇതൊന്നും മനസ്സിൽ വെക്കേണ്ട. കാശി അവൻ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഭദ്രയുടെ നെറ്റി ചെറുതായി ഒന്ന് ചൊളിഞ്ഞു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ മാം? ആ ചോദ്യം കേട്ടതും ഷാരോന്റെ മനസ്സ് ഒന്ന് വേദനിച്ചു. ഹേ ഇല്ല, അവൾ ഉടൻ പറഞ്ഞു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ? ഭദ്രയുടെ കണ്ണുകളിൽ സംശയം. ഷാരോൺ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. കാശിയുടെ ജീവിതം, സാവിത്രി, അവന്റെ തകർച്ച എല്ലാം ഒരു നിമിഷം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അവന് എന്തോ ടെൻഷനുണ്ട്, അതുകൊണ്ടാ അങ്ങനെ ബിഹേവ് ചെയ്തത്, അവൾ പതുക്കെ പറഞ്ഞു. ഭദ്ര അപ്പോഴും പൂർണ്ണമായി അത് വിശ്വസിച്ചില്ല. അവൾ എന്തോ ആലോചിക്കുന്നു എന്ന് കണ്ടതും, നീ ഓവർ തിങ്ക് ചെയ്യണ്ട ഭദ്ര, അവൾ വീണ്ടും ഭദ്രയെ ആശ്വസിപ്പിച്ചു. കാശി ആരോടും പെട്ടെന്ന് അടുത്ത് പെരുമാറുന്ന ആളല്ല. അവന്റെ നേച്ചർ അങ്ങനെയാണ്. അതിന് ഭദ്ര ചെറുതായി ഒന്ന് തലകുലുക്കി. പക്ഷെ അവളുടെ മനസ്സിലെ ചോദ്യങ്ങൾ അപ്പോഴും ബാക്കിയായിരുന്നു. താൻ ലഞ്ച് കഴിക്കാൻ വന്നതല്ലേ? അവളുടെ കയ്യിലെ ലഞ്ച് ബോക്സ് കണ്ടുകൊണ്ട് ചോദിച്ചു. അതെ എന്ന് അവൾ പറഞ്ഞു. എന്നാ താൻ ലഞ്ച് കഴിക്കൂ, ഷാരോൺ പതിയെ പറഞ്ഞു. ചെറിയൊരു പുഞ്ചിരിയോടെ അവൾ ഭദ്രയുടെ തോളിൽ ഒന്ന് പതുക്കെ തട്ടി. പിന്നെ ഷാരോൺ തിരിഞ്ഞു നടന്നു. പക്ഷേ അവളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. കാശി ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം ആരെയെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ഇത് ആദ്യമായായിരുന്നു. അവൾ വേഗത്തിൽ കാശിയുടെ ക്യാബിനിലേക്ക് നടന്നു. ക്യാൻറ്റീനിൽ നടന്ന സംഭവം കഴിഞ്ഞിട്ടും ഭദ്രയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. അവൾ പലപ്പോഴും സ്വയം ചോദിച്ചു, ഡോക്ടർ കാശിനാഥൻ അങ്ങനെ എന്തിനാ പെരുമാറിയത്? അവന്റെ കണ്ണുകൾ, ആ നോട്ടം അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല. ഭയമായിരുന്നോ, അല്ലെങ്കിൽ വേദന? അവൾക്ക് മനസ്സിലായില്ല. ഉച്ച കഴിഞ്ഞ് വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞെങ്കിലും മനസ്സ് മുഴുവൻ അവിടെയായിരുന്നു. ഒരു പേഷ്യന്റിന്റെ BP നോക്കുമ്പോഴും ഫയൽ എഴുതുമ്പോഴും അവന്റെ ശബ്ദം വീണ്ടും വീണ്ടും ചെവിയിൽ. എന്തിനാ എപ്പോഴും എന്റെ മുന്നിൽ വരുന്നത്? ഭദ്ര ഒരു ദീർഘനിശ്വാസം വിട്ടു. എനിക്കെന്താ ഇതൊക്കെ? അവൾ മുറുമുറുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് ചെന്നു. മുഖം നന്നായി കഴുകി. അവൾക്കൊരു കോഫി കുടിക്കാൻ തോന്നി. ഭക്ഷണവുമായിട്ട് ക്യാൻറ്റീനിലേക്ക് ചെന്നതാണ്. പക്ഷേ കാശിനാഥന്റെ പെരുമാറ്റം കാരണം
അവൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നാതെ തിരിച്ചു വന്നതുകൊണ്ട് അവൾ ഒരു കോഫി കുടിക്കാനായി പോയി. കാശിയുടെ ക്യാബിൻ ഡോറിൽ മുട്ടിയതും തുറക്കുന്നില്ല എന്ന് കണ്ട് ഹാൻഡിൽ പിടിച്ചു. തിരിച്ചതും ഡോറ് തുറന്നു. ഷാരോൺ അകത്തേക്ക് കയറി. അകത്ത് കാശിനാഥൻ ജനാലയ്ക്കരികിൽ നിൽക്കുകയായിരുന്നു. കൈകൾ മുറുകെ കൂട്ടിപ്പിടിച്ച് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കാശി, ഷാരോൺ പതുക്കെ വിളിച്ചു. അവൻ തിരിഞ്ഞില്ല. നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയാമോ? അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു ദേഷ്യമുണ്ടായിരുന്നു. കാശി കണ്ണുകൾ അടച്ചു. ഒരു ദീർഘനിശ്വാസം വിട്ടു. എനിക്കറിയില്ല, അവൻ പതുക്കെ പറഞ്ഞു. ഷാരോൺ അവന്റെ അടുത്തേക്ക് നടന്നു. അവൾ, ആ പെണ്ണ് ഭദ്ര, ശരിക്കും പേടിച്ചു. ഷാരോൺ പറഞ്ഞത് കേട്ടതും അവൻ തിരിഞ്ഞ് അവളെ നോക്കി. ഞാൻ ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. പിന്നെ എന്തിനാ നീ അങ്ങനെ ബിഹേവ് ചെയ്തത്? ഷാരോൺ ചോദിച്ചു. കാശി മിണ്ടാതെ നിന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ ഒന്നും പറയുന്നില്ല എന്ന് കണ്ട്, എന്താ കാശി നിന്റെ പ്രശ്നം? അവൾ വീണ്ടും ചോദിച്ചു. അറിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. കാശി, ഷാരോൺ പിന്നിൽ നിന്നും വീണ്ടും വിളിച്ചെങ്കിലും കാശി അത് കേൾക്കാത്തതുപോലെ നടന്നു. കോറിഡോറിലൂടെ വേഗത്തിൽ നടന്നു പോകുമ്പോൾ അവന്റെ ഉള്ളിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ നിറഞ്ഞിരുന്നു. ഭദ്രയുടെ ഭയന്ന കണ്ണുകൾ അവന്റെ മുന്നിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു. ഞാൻ എന്താ ചെയ്തത്? അവൻ മനസ്സിൽ സ്വയം ചോദിച്ചു. പക്ഷെ അടുത്ത നിമിഷം തന്നെ വീണ്ടും ആ സ്വപ്നം. മഴ, പിങ്ക് നിറത്തിലുള്ള സാരി, നനഞ്ഞ മുടി, പുഞ്ചിരി. അവൻ പെട്ടെന്ന് നിന്നു. രണ്ട് കൈയും തലയിൽ ചേർത്ത് പിടിച്ചു. ഡാമിറ്റ്, അവൻ സ്വയം പറഞ്ഞു. അതേസമയം കോഫി വാങ്ങി തിരിച്ചു വരികയായിരുന്നു ഭദ്ര. ദൂരത്ത് കോറിഡോറിന്റെ നടുവിൽ നിൽക്കുന്ന കാശിയെ കണ്ടതും അവൾ അറിയാതെ ഒന്ന് നിന്നു. ഇപ്പോഴും അവളുടെ മനസ്സിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. അവൻ വീണ്ടും എന്തെങ്കിലും പറയുമോ? പക്ഷേ അടുത്ത നിമിഷം അവൾ കണ്ടത് മറ്റൊന്നായിരുന്നു. കാശിനാഥൻ തല കുനിച്ച് തലമുടിയിൽ കോർത്ത് വലിക്കുകയായിരുന്നു. അവൻ ശ്വാസം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പോലെ നിൽക്കുകയായിരുന്നു. അവൾക്കെന്തോ വല്ലാത്തൊരു തോന്നൽ തോന്നി. സാറിന് സുഖമില്ലേ? അവൾ മനസ്സിൽ ചിന്തിച്ചു. അതേസമയം കാശിയുടെ കണ്ണുകൾ ഉയർന്നു. ദൂരെ നിൽക്കുന്ന ഭദ്രയെ വീണ്ടും കണ്ടു. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. ഭദ്രയുടെ ഹൃദയം ശക്തമായി മിടിച്ചു. പക്ഷെ ഇത്തവണ അവന്റെ കണ്ണുകളിൽ ദേഷ്യം ഉണ്ടായിരുന്നില്ല, വല്ലാത്തൊരു വേദന മാത്രം. അത് കണ്ട നിമിഷം ഭദ്രയുടെ ഭയം അല്പം കുറഞ്ഞു. കാശി പെട്ടെന്ന് മുഖം തിരിച്ചു. പിന്നെ ഒന്നും പറയാതെ അവിടെ നിന്നും നടന്നുപോയി. ഭദ്ര കുറച്ചു നിമിഷം അവിടെ തന്നെ നിന്നു. അവന് ശരിക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് തോന്നി. വൈകുന്നേരം ഹോസ്പിറ്റലിൽ ജോലി തീർത്ത് ഭദ്ര പുറത്തേക്കിറങ്ങുമ്പോൾ ആകാശം മേഘം നിറഞ്ഞിരുന്നു. മഴ പെയ്യാൻ പോകുന്ന പോലെ. മോളെ, കൊടയെടുത്തോ? ടീച്ചറമ്മ രാവിലെ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു. പക്ഷേ അവൾ മറന്നിരുന്നു. ഹോസ്പിറ്റലിന്റെ മുന്നിലേക്ക് എത്തിയപ്പോഴേക്കും ആദ്യത്തെ മഴത്തുള്ളി നിലത്തേക്ക് വീണു. പിന്നെ പതിയെ പതിയെ മഴ ശക്തമായി. ഭദ്ര വരാന്തയിൽ തന്നെ നിന്നു. ഓട്ടോ കിട്ടുന്നില്ല. ചിലർ ഓടിക്കൊണ്ട് വാഹനങ്ങളിലേക്ക് കയറുന്നു. ചിലർ മഴ കണ്ട് ചിരിക്കുന്നു. ഭദ്ര കൈനീട്ടി മഴത്തുള്ളികൾ പിടിച്ചു. അവളുടെ മുഖത്ത് അറിയാതെ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അതേസമയം കാറിലേക്ക് നടക്കുകയായിരുന്നു കാശിനാഥൻ. പക്ഷേ മഴയിൽ ഭദ്ര ഇറങ്ങി നടക്കുന്നത് കണ്ട നിമിഷം അവന്റെ കാലുകൾ അവിടെ തന്നെ നിശ്ചലമായി. മഴത്തുള്ളികൾ അവളുടെ മുടിയിൽ വീഴുന്നത്, കവളിലൂടെ ഒഴുകുന്നത്, ആ പുഞ്ചിരി. അവന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അപ്പോഴാണ് അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് അവൻ ശ്രദ്ധിച്ചത്. പിങ്ക് കളറിലുള്ള ഒരു സാരി. സാവിത്രി, ഇല്ല, ഭദ്ര. അവന്റെ ശ്വാസം വീണ്ടും തെറ്റി. അവൻ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു. ഇല്ല, ഇല്ല, അവൻ മനസ്സിൽ പറഞ്ഞു. പക്ഷേ കണ്ണുകൾ വീണ്ടും തുറന്നപ്പോൾ പോലും അവിടെ അതേ രൂപം. മഴയിലൂടെ നടന്നു പോകുന്ന ഭദ്ര. അവൾക്കറിയില്ലായിരുന്നു ദൂരത്ത് നിന്നൊരാൾ അവളെ നോക്കി തന്റെ മനസ്സുമായി യുദ്ധം ചെയ്യുകയാണ് എന്ന്. ഒരു മിന്നൽ ആകാശം കീറിയൊഴിഞ്ഞു. ഭദ്രയൊന്ന് ഞെട്ടി. അതേസമയം കാശി പെട്ടെന്ന് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവൾക്ക് മുന്നിൽ ഒരു കാറ് വന്ന് നിന്നതും അവൾ അതിലേക്ക് കയറി. അത് കണ്ടതും കാശി അങ്ങനെ തന്നെ നിന്നു. അവനും മഴയിൽ നനഞ്ഞിരുന്നു. ആ കാറ് ആരുടെയാണ് എന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ടീച്ചറമ്മ. അതേസമയം കാറിനുള്ളിൽ, രാവിലെ ഞാൻ എന്താ പറഞ്ഞത്? ടീച്ചറമ്മയുടെ ശബ്ദത്തിൽ ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. ഭദ്ര ചുണ്ടു കൂർപ്പിച്ചിരുന്നു. കൂടെ എടുത്തുകൊണ്ടു പോവാൻ പറഞ്ഞില്ലേ? മറന്നുപോയമ്മ, അവൾ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മറന്നുപോയി പോലും, ടീച്ചറമ്മ വീണ്ടും വഴക്ക് പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ കിടക്കുന്ന കൂട കണ്ടപ്പോഴേ ഭദ്ര കൊണ്ടുപോയിട്ടില്ലെന്ന് ടീച്ചറമ്മയ്ക്ക് മനസ്സിലായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയതോടെ അവർ ഉടനെ കാറെടുത്തിറങ്ങി. വഴിമധ്യേ ബാങ്കിലും ഒന്ന് കയറി. ചില ചെക്കുകളിൽ ഒപ്പിടാനുണ്ടായിരുന്നു. അതെല്ലാം ഒപ്പിട്ട് ഷോപ്പിലും കൊണ്ടുപോയി കൊടുത്തു. അതെല്ലാം തീർത്തിട്ടാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഓട്ടോ വിളിക്കാനായി ഫോൺ എടുക്കുമ്പോഴായിരുന്നു ടീച്ചറമ്മയുടെ കോള് വന്നത്.
ഞാൻ വരുന്നു, നീ വെയിറ്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഭദ്ര ഗേറ്റിനരികിലേക്ക് നടന്നത്. ഇപ്പോൾ ടീച്ചറമ്മയുടെ വഴക്ക് കേട്ട് മുഖം വീർപ്പിച്ചിരിക്കുകയായിരുന്നു അവൾ. അത് കണ്ട ടീച്ചറമ്മയ്ക്ക് ചിരി വന്നു. ചായ വേണോ? ടീച്ചറമ്മ ചോദിച്ചു. വേണ്ട, ഭദ്ര പിണങ്ങി പറഞ്ഞു. എനിക്ക് വേണം, ടീച്ചറമ്മ ചിരിച്ചു. ഈ മഴയും തണുപ്പും ഉള്ളപ്പോ ഒരു ചൂട് ചായയും പരിപ്പുവടയും കഴിച്ചിരിക്കാൻ എന്ത് രസാണെന്നറിയോ? ഭദ്ര അവരെ നോക്കി, പിന്നെ അറിയാതെ ചിരിച്ചു. റോഡരികിലെ ഒരു ചെറിയ തട്ടുകടയുടെ മുന്നില് ടീച്ചറമ്മ കാറ് നിർത്തി. ഷീറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് മഴ നനയില്ല. രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി ചെറിയ ബെഞ്ചില് ചേർന്നിരുന്നു. ചായയുടെ ചൂട് മണം, മഴയുടെ തണുപ്പ്, റോഡിലൂടെ പായുന്ന വാഹനങ്ങൾ, ആ അന്തരീക്ഷം തന്നെ മനസ്സിനെ ശാന്തമാക്കുന്നതായിരുന്നു. ചേട്ടാ, 2 ചായ, 4 പരിപ്പുവട, ടീച്ചറമ്മ പറഞ്ഞു. ഭദ്ര പുറത്തേക്ക് നോക്കി മഴ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അതേസമയം അവരിൽ നിന്നും അല്പം മാറി മറ്റൊരു കാർ വന്ന് നിർത്തി. കാശി. അവന്റെ കണ്ണുകൾ മുഴുവനും ഭദ്രയിലായിരുന്നു. അവൾ ചിരിക്കുന്നതും ടീച്ചറമ്മയോട് പിണങ്ങുന്നതും ചായ ഊതി കുടിക്കുന്നതും പരിപ്പുവട പൊട്ടിച്ച് കഴിക്കുന്നതും അവൻ മിണ്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ ഓരോ ചെറിയ ഭാവത്തിലും പോലും സാവിത്രിയുടെ ഒരു നിഴൽ അവളിൽ അവൻ കാണുന്നുണ്ടായിരുന്നു. അതവനെ കൂടുതൽ അസ്വസ്ഥനാക്കി. പക്ഷെ അവളിൽ നിന്നും കണ്ണു മാറ്റാനും അവന് കഴിയുന്നില്ല. കുറച്ചു നേരത്തിന് ശേഷം മഴ ചെറുതായി തോർന്നു. ടീച്ചറമ്മയും ഭദ്രയും വീണ്ടും കാറിൽ കയറി. അവരുടെ കാറിന് പിന്നിലായി കാശിയുടെയും കാറ് പതിയെ നീങ്ങി. വീട്ടിലെത്തുമ്പോഴേക്കും ടീച്ചറമ്മയും ചെറുതായി നനഞ്ഞിരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയ ഭദ്ര ടീച്ചറമ്മയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറാൻ നോക്കിയതും പെട്ടെന്ന് അവൾ നിന്നു. പിന്നെ ഒരു കുസൃതി ചിരിയോടെ ടീച്ചറമ്മയുടെ കൈ പിടിച്ച് മഴയിലേക്ക് വലിച്ചു. ഭദ്രേ, മോളെ, വേണ്ട. ടീച്ചറമ്മ ആദ്യം ബലം പിടിച്ചു. പക്ഷെ അടുത്ത നിമിഷം രണ്ടുപേരും മുറ്റത്ത് നിന്ന് മഴ നനയുകയായിരുന്നു. മഴത്തുള്ളികൾ രണ്ടുപേരെയും നനച്ചു. അവിടെ ടീച്ചറമ്മയും ഭദ്രയുടെയും ചിരികൾ മുറ്റം മുഴുവൻ നിറഞ്ഞു. അതേസമയം വാതിലിന് സമീപം കയ്യിൽ തോർത്തുമായി നിൽക്കുന്ന ശാന്തചേച്ചി രണ്ടുപേരെയും കണ്ടു. മതി മതി, അകത്തേക്ക് കയറ്. ടീച്ചറെ, ടീച്ചർക്ക് പനി വരുവേ, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭദ്ര തോർത്തെടുക്കാൻ കൈനീട്ടിയതും പെട്ടെന്ന് ശാന്തചേച്ചിയെയും മഴയിലേക്ക് വലിച്ചു. അയ്യോ മോളെ, ശാന്തചേച്ചി ചിരിച്ചു. പിന്നെ 3 പേരും കൂടി കുട്ടികളെ പോലെ മഴയിൽ കളിച്ചു. ആ ചിരിയും സന്തോഷവും ആ മുറ്റം മുഴുവനും നിറഞ്ഞു നിന്നു. ഇതെല്ലാം തന്റെ വീട്ടിലെ കാർപോർച്ചിൽ നിന്ന് കാശി നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ മുഖത്ത് അറിയാതെ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. എത്ര നാളുകൾക്ക് ശേഷമാണ് അവനിങ്ങനെ മനസ്സറിഞ്ഞ് ചിരിക്കുന്നത്? അവനും അറിയില്ല. അതേസമയം ഒരു വലിയ ഇടിമിന്നൽ ആകാശം കീറി വീണു. അയ്യോ! ഭദ്ര പേടിച്ച് ഓടി അകത്തേക്ക് കയറി. പുറകെ ടീച്ചറമ്മയും ശാന്തചേച്ചിയും അവളെ കളിയാക്കിക്കൊണ്ട് ഓടി. അത് കണ്ട കാശി വീണ്ടും ഒന്ന് ചിരിച്ചു. പിന്നെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞ് അകത്തേക്ക് നടക്കാൻ പോയി. അപ്പോഴാണ് വാതിൽപ്പടിയിൽ നിൽക്കുന്ന ദേവനാഥനെ കണ്ടത്. അവന്റെ കണ്ണുകൾ കാശിയുടെ മുറിവേറ്റ കയ്യിലായിരുന്നു. ദേവൻ മിണ്ടാതെ ആ കൈയിലെ കെട്ടിയിലേക്ക് നോക്കി. ആ നോട്ടം കണ്ട നിമിഷം കാശി പതിയെ കൈ ചുരുട്ടിപ്പിടിച്ചു. പിന്നെ ഒന്നും പറയാതെ പടികൾ കയറി മുകളിലേക്ക് നടന്നു. ദേവനാഥൻ അങ്ങനെ തന്നെ നിന്നു. ഹൃദയത്തില് ഒരു വേദന, പക്ഷെ അതോടൊപ്പം ചെറിയൊരു ആശ്വാസവും. ഇത്രയും നാളുകൾക്ക് ശേഷം തന്റെ ഏട്ടൻ ആരെയെങ്കിലും നോക്കി ചിരിച്ചത് ഇന്നായിരുന്നു. അതുകൊണ്ട് അവനും ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് നോക്കി. വീട്ടിലേക്ക് കയറിയതും ഭദ്രയുടെ മുടിയിൽ നിന്നും വെള്ളം തുള്ളി തുള്ളിയാ നിലത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഭദ്രേ, മോളെ, പോയി കുളിച്ചിട്ട് വാ, ടീച്ചറമ്മ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ തലകുലുക്കി. പിന്നെ പടികൾ കയറി മുകളിലേക്ക് പോയി. ടീച്ചറമ്മയും ശാന്തചേച്ചിയും ഓരോരുത്തരും കുളിക്കാനായി പോയി. മണൽ നനഞ്ഞ ശരീരത്തിലൂടെ ഇപ്പോഴും തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മനസ്സുകൾ നിറയെ സന്തോഷമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാവരും ഫ്രഷായി താഴേക്ക് വന്നു. ഹാളിൽ ചെറിയൊരു മഞ്ഞ വെളിച്ചം മാത്രം. പുറത്ത് മഴ വീണ്ടും ചെറുതായി ചാറുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ശാന്തചേച്ചി അടുക്കളയിൽ നിന്നും ട്രേയും പിടിച്ചുകൊണ്ട് വന്നു. ഇതാ ചായ, നല്ല ചൂട് ചായ. ട്രേയിൽ നിന്നും ആവി പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനൊപ്പം ചൂട് പക്കവടയുടെ മണവും. വാവ്! ഭദ്ര ചിരിച്ചു. മഴയും ചായയും പക്കവടയും, ഇതിലും വലിയ കോമ്പിനേഷൻ ഉണ്ടോ? അവൾ പറഞ്ഞു. അതെ അതെ, ശാന്തചേച്ചി ചിരിച്ചു. 3 പേരും ചേർന്ന് ചായ കുടിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. വിജയൻ ചേട്ടൻ കുറച്ചു കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ശാന്തചേച്ചി പറഞ്ഞു. അത് കേട്ട് ഭദ്ര തല കുലുക്കി. പിന്നെ കുറച്ചു നേരം എന്തോ ആലോചിച്ചിരിക്കുന്നത് പോലെ ഇരുന്നു. അവളുടെ മുഖത്തെ ഭാവമാറ്റം മാറിയത് കണ്ട ടീച്ചറമ്മ എന്താ മോളെ എന്ന് ചോദിച്ചു. ഭദ്ര ചായക്കപ്പ് താഴെ വെച്ചു. ഇന്ന്, അവൾ മടിച്ചുകൊണ്ട് പറഞ്ഞു. കാശി സാറ് എന്നെ വഴക്ക് പറഞ്ഞു. അത് കേട്ടതും ടീച്ചറമ്മയുടെ മുഖം ചെറുതായി മാറി. വഴക്ക് പറഞ്ഞോ? ഭദ്ര പതുക്കെ തല കുലുക്കി. എന്തിനാ? ശാന്തചേച്ചിയും ചോദിച്ചു. ഭദ്ര ഒരു നിമിഷം മിണ്ടാതെ ഇരുന്നു. പിന്നെ കാശിയുടെ ആ മുഖം ഓർത്തതുപോലെ എന്തിനാ
എപ്പോഴും എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അവളുടെ ശബ്ദത്തില് ഇപ്പോഴും ചെറിയൊരു അമ്പരപ്പുണ്ടായിരുന്നു. ആ വാക്കുകൾ കേട്ട നിമിഷം ടീച്ചറമ്മയുടെ മനസ്സ് കുറച്ച് വർഷം പിന്നിലേക്ക് പോയി. എപ്പോഴും അവൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കാണ് ടീച്ചറമ്മേ. സാവിത്രി, പറ്റുന്നില്ല. അവൻ പറഞ്ഞത് അവർ ഓർത്തു. ഒരിക്കൽ രൂപേഷ് ഫോണിൽ കാണിച്ച ഫോട്ടോ അവരുടെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നു. ഒരു നിമിഷം ടീച്ചറമ്മ മിണ്ടാതെ നിന്നു. എന്താ അമ്മേ? ഭദ്ര ചോദിച്ചു. ടീച്ചറമ്മ പെട്ടെന്ന് ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് ഒന്നുമില്ല മോളെ, അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. കാശി ചിലപ്പോ അങ്ങനെയാ, ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ മുന്നിൽ നിൽക്കുന്ന എല്ലാവരോടും തീർക്കും. അവർ ഭദ്രയുടെ വിഷമം മാറ്റാൻ ശ്രമിച്ചു. അത് തന്നെയാ ആ ഡോക്ടർ ഷാരോണും പറഞ്ഞത്, ഭദ്ര പറഞ്ഞു. ഷാരോൺ ഉണ്ടായിരുന്നു അവിടെ? ടീച്ചറമ്മ ചോദിച്ചു. ഉണ്ടായിരുന്നു. അവളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, എവിടെയോ യാത്ര പോയിരുന്നു എന്ന് പറഞ്ഞു. ടീച്ചറമ്മ ഓർത്തെടുത്തതുപോലെ പറഞ്ഞു. 2 മാസമായി. അപ്പൊ വന്നോ? ഭദ്ര തല കുലുക്കി. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ, ടീച്ചറമ്മ സ്വയം പോലെ പറഞ്ഞു. ആരാ ടീച്ചറമ്മേ ഈ ഷാരോൺ? ഭദ്ര ചോദിച്ചു. അവളോ? അവർ ചെറുതായി ഒന്ന് ചിരിച്ചു. ഇവിടുത്തെ രൂപേഷിന്റെയും കാശിയുടെയും അടുത്ത കൂട്ടുകാരിയാണ്. 3 പേരും ഒരുമിച്ചാ പഠിച്ചത്. കാശിയും ഷാരോണും ഒരുമിച്ചാണ് മെഡിസിൻ എടുത്തത്. ഇവിടെ അടുത്ത് തന്നെയാ അവളുടെ വീട്. ടീച്ചറമ്മ പുറത്തേക്ക് വിരൽ ചൂണ്ടി. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ കണ്ടില്ലേ ഒരു വലിയ പഴയ മോഡൽ വീട്? ഇതുപോലെയല്ല, കുറച്ചുകൂടി പഴക്കം തോന്നുന്ന വലിയ തറവാട്. അവിടെയാണ് ഷാരോൺ. ആണോ? ഭദ്ര പതുക്കെ പറഞ്ഞു. പിന്നെ ആ സംസാരം ടീച്ചറമ്മ വേറെ വിഷയത്തിലേക്ക് മാറ്റി. പുറത്ത് മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. ആ മഴയുടെ ശബ്ദത്തിനിടയിൽ ടീച്ചറമ്മയുടെ മനസ്സിൽ കാശിയുടെ കണ്ണുകളിലെ ആ പഴയ വേദന മാത്രം വീണ്ടും വീണ്ടും തെളിഞ്ഞു നിന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇനി ഹൃദയപൂർവ്വം ഉണ്ടാവും കേട്ടോ. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹൃദയപൂർവ്വം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. വോയിസ് കൊടുത്തിട്ടില്ല, വോയിസ് കൊടുത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ.